കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഗെയിം. കുട്ടി വാ, നിങ്ങളെന്താ വാ, രണ്ടുപേരും മിണ്ടാതിരിക്കുക, ട്വിൻസ് അല്ലേ, കയറി വാ. മോന് മത്സരിക്കണോ? വാ വാ, മത്സരിക്കാൻ വരെയല്ല, പോവാൻ പോവാണോ? 10 മിനിറ്റ് പരിപാടി കഴിയും, നീ ഇരിക്കേ, അത് കഴിഞ്ഞിട്ട് പോവാം, എന്തായാലും ഇരിക്കേ, വാ മത്സരിക്കാൻ വാ. അടുത്തൊരു ഗംഭീര മത്സരമാണ് കേട്ടോ. അടുത്ത ഇന്നസെന്റ് പേര് നേരത്തെ ആരാ പറഞ്ഞേ? ഇന്നസെന്റിന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടൊരു മത്സരമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മൾ ഒരുപാട് കാലം, ഒരു 2-3 പതിറ്റാണ്ട് കാലം നമ്മളെയൊക്കെ ചിരിപ്പിച്ച് കുടുകുടെ ചിരിപ്പിച്ച ലേശം ചോറെടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ആ തമാശയൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത തമാശയാണ്. അപ്പൊ അങ്ങനത്തെ ഇന്നസെന്റ് അറിയാം. ഇന്നസെന്റ് തമാശകൾ കേട്ട് ചിരിക്കാറുണ്ടോ? ഇല്ല. നീ വളരെ സീരിയസ് ആണോടാ? മാത്തുക്കുട്ടി സത്യം പറ, നിനക്ക് മാത്തുക്കുട്ടി എത്ര രൂപ തന്നു? എന്റെ പരിപാടി കൊളാക്കാൻ എത്ര തന്നു? മാത്തുക്കുട്ടിയൊന്നും എനിക്കൊന്നുമില്ല. ഓക്കെ, ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നസെന്റ് കോമ്പറ്റീഷൻ ആണ്. ഇന്നസെന്റിന്റെ മനസ്സിൽ ധ്യാനിക്കുക, ഈ മത്സരം ജയിക്കുക. ഈ മത്സരം ജയിക്കുന്ന എല്ലാവർക്കും സമ്മാനം തരും. ആരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ സമ്മാനം തരും. റെഡിയാണോ? റെഡി. ഇനിയും വന്നോ? ഞാനിന്ന് കുത്തുവാള എടുക്കുമെന്നാ തോന്നുന്ന മോലാളി. ഓക്കെ, ഇത് ഡെമോൺസ്ട്രേഷൻ. ഒരു മ്യൂസിക് കിട്ടോ, ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കട്ടെ. ഇന്നസെന്റിന്റെ മനസ്സിൽ ധ്യാനിക്കുക, എന്നിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. എൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഇത് തിന്നുന്നവർക്ക് ഞാൻ സമ്മാനം തരും. റെഡി? ആദ്യം ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ആദ്യം ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഊതി പൊടിയൊക്കെ കളയാം, അല്ലെങ്കിൽ കണ്ണിൽ പൊടി വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ബിസ്ക്കറ്റ് ജസ്റ്റ് നിങ്ങൾ തിന്നാൽ മതി. റെഡി? ഇനി ഇന്നസെന്റിന്റെ മനസ്സിൽ ധ്യാനിക്കുക. എന്റെ അമ്മേ, ഒറ്റ ചാൻസേ ഉള്ളൂ, ഒറ്റ ചാൻസ്. പറ്റൂല, ട്രൈ നോക്ക്. ഇനി ആർക്കെങ്കിലും ചാൻസ് വേണോ? എല്ലാവർക്കും ബിസ്ക്കറ്റ് കിട്ടിയോ? ഇനി എല്ലാവരെയും കാണത്തക്ക രീതിയിൽ ഒന്ന് ഇങ്ങോട്ട് വാ, മോൻ വാ. അങ്ങോട്ട് ചേർന്ന് മോൻ ഇങ്ങോട്ട് ചേർന്ന്. ഓക്കെ, ഇങ്ങോട്ട് നിന്നോ. അവർക്ക് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തേ, ഇവർക്ക് രണ്ടുപേർക്ക് കൂടെ നിൽക്കാനായിട്ടൊരു ഗ്യാപ്പ് കൊടുത്തേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ കാണാൻ പറ്റുമോ? ഇനി ആരൊക്കെയാണ് കൈകൊണ്ട് ആരും തൊടാൻ പാടില്ലെന്നാണ് റൂള്. നെറ്റിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈകൊണ്ട് ആരും തൊടാൻ പാടില്ല എന്നാണ് റൂൾ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. ഒരാളും തൊടരുതേ, കൈകൊണ്ട് തൊടാൻ പാടില്ലേ, കൈകൊണ്ട് തൊടരുതേ. അല്ല, ഇപ്പൊ തൊടണ്ട. ഇപ്പൊ ആ ബിസ്ക്കറ്റിന്റെ മുകളിലുള്ള പൊടി എല്ലാം ഒന്ന് ജീൻസിലോ എവിടെയെങ്കിലും ഒന്ന് നന്നായിട്ട് തുടച്ചേ. നന്നായിട്ട് അതിനകത്തൊന്ന് ഊതി കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഷോളൊന്നും തുടച്ചോ. ഓക്കെ അല്ലേ? പൊടിയില്ലല്ലോ, ഉറപ്പല്ലേ? ഇനി നെറ്റിയുടെ മുകളിലേക്ക് വെച്ചോ, എല്ലാരും നെറ്റിയുടെ മുകളിലേക്ക് വെച്ചോ. ഇനി ഇന്നസെന്റിന്റെ മനസ്സിൽ ധ്യാനിച്ചോ. ഇന്നസെന്റ് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഇനി കൈ കൊണ്ട് തൊടരുത്. കൈ എല്ലാരും താഴ്ത്തിക്കോ, കൈ താഴ്ത്തിക്കോ. പോയോ? പോയി. പോയൊരു മാറിക്കോ, കുഴപ്പമില്ല. താങ്ക് യു. പതിയെ മതി. അത്യാവശ്യമൊന്നുമില്ല. പോയി. ഇനി ചാൻസ് ഇല്ല, പോയാൽ ചാൻസ് ഇല്ല, കഴിഞ്ഞു. വരട്ടെ. പോയി. വരട്ടെ, പതുക്കെ. അതും പോയി. പതിയെ അവരെ തട്ടരുതേ. യു ക്യാനടാ മുത്തേ, യു ക്യാൻ. പോയോ? പതിയെ മതി.
സമയമുണ്ട്. കിട്ടിയോ? പോളി ആയോ? ആയിരുന്നോ? ഓക്കെ, 3 ആ അത് പോയിട്ട് കാര്യമില്ല. ആയോ? കിട്ടോ? വീണില്ല. ഓക്കെ, എത്ര പേരാ വിനേഷ്? 1, 2. ഇതാണ് ഒന്നാം സ്ഥാനക്കാരൻ. ഏതാ ഒന്നാം സ്ഥാനക്കാരനാ? ഇതല്ലേ ഒന്നാം സ്ഥാനം? ഈ ഒന്നാം സ്ഥാനക്കാരന്റെ പേരെന്താ? അഫാക്കിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാം. ഇതാണ് രണ്ടാം സ്ഥാനക്കാരൻ. രണ്ടാം സ്ഥാനക്കാരന്റെ പേര് ഫവാസ്. അഫാക്കും ഫവാസും. പിന്നെ മൂന്നാം സ്ഥാനക്കാരൻ ഞാൻ മൂന്നാം സ്ഥാനക്കാരി എന്താണ് പേര്? ആയിഷ. എല്ലാവരും ചേർന്ന് ഗംഭീര കൈയ്യടി കൊടുക്കാം. ഇനി നാലാമത്തെ സമ്മാനം ഇല്ല. 3 പേര്. അപ്പോ 3 പേർക്ക് കൊടുക്കാനുള്ള സമ്മാനമില്ല. ഒന്നാം സമ്മാനക്കാരാ ഇവള് അവസാന നിമിഷം വരെ പതറാതെ ഇതിന്റെ കൂടെ പോയ ആളാണ്. നോക്കാം, നോക്കി പിന്നെ അടുത്ത മത്സരം വരട്ടെ, നമുക്ക് നോക്കാം. ബൈ. ഇനി ചോദ്യം വേണോ?